നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ചത്. തൃശൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. സംഭവത്തിൽ അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാത പേരാമ്പ്രയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വയോധികൻ മരിച്ചു. കരുവന്നൂരിൽ അർദ്ധരാത്രി വീടുകളിൽ ഹോണിംഗ് ബെല്ലടിച്ച് മോഷണശ്രമം നടത്തിയതായി പരാതി. തൃശൂർ കോവിലകംപാടം റോഡിൽ ഇന്ന് രാവിലെ 8:30 ഉണ്ടായ അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനമായ ഗേൾസ് ടെക്നിക്കൽ സ്കൂൾ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി അറിയാം. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ചത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ കാറിന് തൊട്ടുപിറകിൽ വരികയായിരുന്ന മറ്റ് 4 കാറുകളും ഒരു പിക്കപ്പ് വാനും നിയന്ത്രണം വിട്ട് ഒന്നിനു പിറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. സംഭവത്തിൽ അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാണിയംകാട്ടിൽ വേലായുധന്റെ ഭാര്യ ശാന്തിയും മൂത്ത മകൻ രാജേഷും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് അപകടം ഉണ്ടായത്. അപ്രതീക്ഷിതമായി ഭീകര ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇരുവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തോടെ തകർന്നു വീണു. സംയോജിതമായി പുറത്തേക്ക് രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തെ തുടർന്ന് വീട് താമസയോഗ്യമല്ലാത്ത നിലയിലായതായി നാട്ടുകാർ പറഞ്ഞു. ശാന്തിയും കുടുംബവും താൽക്കാലികമായി 2ാമത്തെ മകന്റെ വീട്ടിലേക്ക് മാറി താമസിക്കാനാണ് തീരുമാനം. ദേശീയപാത പേരാമ്പ്രയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വയോധികൻ മരിച്ചു. പോട്ട സ്വദേശി മേനാച്ചേരി വീട്ടിൽ 62 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. വൈകിട്ട് 6:15 കൊടകര അപ്പോളോ ടയേഴ്സിന് സമീപത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കരുവന്നൂരിൽ അർദ്ധരാത്രി വീടുകളിൽ ഹോണിംഗ് ബെല്ലടിച്ച് മോഷണശ്രമം നടത്തിയതായി പരാതി. കരുവന്നൂർ പനംകുളത്ത് പുല്ലൂറ്റ് അഷ്റഫിന്റെ മകൻ സാജിദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 12:45 ബൈക്കിലെത്തിയയാൾ വീടിന്റെ മതിലിൽ സ്ഥാപിച്ചിരുന്ന ഹോണിംഗ് ബെൽ നിരന്തരം അടിച്ചത്. ബെല്ലിന്റെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ ഇയാൾ തൊട്ടടുത്തായി പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലുള്ളവരെ വിവരമറിയിക്കുകയും ഇവർ ഇവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. വീട്ടുകാർ മതിലിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ നമ്പർ സഹിതം ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. നമ്പർ പരിശോധിച്ചതിൽ ഇത് വ്യാജ നമ്പറാണെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. വീടുകളിലെത്തി ഹോണിംഗ് ബെൽ അടിച്ച ശേഷം വീടുകളിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തി അത്തരം വീടുകളിൽ മോഷണം നടത്തുന്ന സംഘം ആണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ കോവിലകംപാടത്തുണ്ടായ അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ കോവിലകംപാടം റോഡിൽ ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. നിലമ്പൂരിൽ നിന്നും കൊടകരയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച ശേഷം എതിർവശത്തെ റോഡിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടതായാണ് വിവരം. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കുറച്ചു സമയം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. മരത്താക്കര എളന്തുരുത്തി സ്വദേശി തെക്കേക്കര വീട്ടിൽ അമിത് ശങ്കറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
കഴിഞ്ഞ മെയ് 25 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് സംഭവം. എടത്തുരുത്തി മുനയം സ്വദേശി പുതുവീട്ടിൽ ശരത് എന്നയാളെയാണ് അമിത് ശങ്കർ വീട്ടിൽ കയറി ആക്രമിച്ചത്. ശരത്തിനോടുള്ള മുൻ വൈരാഗ്യം മൂലമായിരുന്നു ആക്രമണം. ശരത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രതി ഹാളിലെ കട്ടിലിൽ കിടക്കുകയായിരുന്ന ശരത്തിനെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അമിത് ശങ്കറിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. കേരള ഗവൺമെന്റ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടെ ആമ്പല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനമായ ഗേൾസ് ടെക്നിക്കൽ സ്കൂൾ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. മിക്സോവ എന്ന പേരിൽ അളഗപ്പ PS നമ്പൂതിരി സ്മാരക ഹാളിൽ നടന്ന പരിപാടി പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സതി O അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ രാധാകൃഷ്ണൻ K സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സിനിമ സീരിയൽ താരം ഷാൻസായ് KS മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്ഥാപനത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫാഷൻ ഷോ പരിപാടിക്ക് മാറ്റുകൂട്ടി. 2 വർഷത്തെ കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ടെക്നോളജി കോഴ്സ് പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം MLA നിർവഹിച്ചു. വിസ്മയ രാജ് നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 55 രൂപ കുറഞ്ഞു. ഗ്രാമിന് 14,510 രൂപ, പവന് 1,16,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ചത്. തൃശൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. സംഭവത്തിൽ അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാത പേരാമ്പ്രയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വയോധികൻ മരിച്ചു. കരുവന്നൂരിൽ അർദ്ധരാത്രി വീടുകളിൽ ഹോണിംഗ് ബെല്ലടിച്ച് മോഷണശ്രമം നടത്തിയതായി പരാതി. തൃശൂർ കോവിലകമ്പാടം റോഡിൽ ഇന്ന് രാവിലെ 8:30യോടെയുണ്ടായ അപകടത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനമായ ഗേൾസ് ടെക്നിക്കൽ സ്കൂൾ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.